ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാഥാസ് കലാഹട്ട്. മിക്ക നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലെയും ഒരു പ്രധാന ചേരുവയാണ് ചാട്ട് മസാല. പലപ്പോഴും കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചാട്ട് മസാല കൊണ്ടുള്ള റെസിപ്പീസ് ഒഴിവാക്കി വിടാറാണ് പതിവ്. എന്നാൽ വീട്ടിൽ തന്നെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് ചാട്ട് മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പിടി പുതിന ഇല, അതായത് ഒരു 9 മുതൽ 10 പുതിന ഇലകൾ വരെയുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഉണങ്ങിയ മാങ്ങാ കഷ്ണം ഒരു 3 എണ്ണമാണ്. അതില്ല എങ്കിൽ നമുക്ക് പകരമായിട്ട് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കാവുന്നതാണ്. വീഡിയോയിൽ ഞാൻ 1 സ്പൂൺ മല്ലി ചേർക്കുന്നത് കാണിക്കുന്നുണ്ട്, എന്നാലും അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം, 1 പീസ് വറ്റൽമുളക്, ഒരു ചെറിയ പീസ് കായം. ഇനി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. ഞാൻ 2ാമത്തെ തവണ ചാട്ട് മസാല ഉണ്ടാക്കിയപ്പോൾ ഈ മല്ലിയും വറ്റൽമുളകും ഒഴിവാക്കിയിരുന്നു. പക്ഷേ അന്നേരത്തെ ചാട്ട് മസാലയാണ് ഇപ്പോൾ തയ്യാറാക്കുന്ന ചാട്ട് മസാലയേക്കാളും ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മല്ലിയും വറ്റൽമുളകും ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി ചൂടാക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചാട്ട് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പം കടകളിലൊന്നും നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. കടകളിൽ നിന്ന് കിട്ടുന്ന അതേ രുചി തന്നെ നമുക്ക് ചാട്ട് മസാല വീട്ടിലുണ്ടാക്കാം. താങ്ക് യു ഓൾ.